ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിനെ പറ്റിയായിരുന്നു. അപ്പൊ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റെഫറൻസ് ടു എ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ? വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിന്റെ കേസിൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഡി സി ഇൻടു എ സി. ഡി സി വോൾട്ടേജ് യൂണിപോളാർ ആണെങ്കിലും ഡി സി കറന്റ് ക്യാൻ ബി ബൈപോളാർ. ബൈപോളാർ ആവണമെന്ന് നിർബന്ധമില്ല. അതായത് നമ്മളിപ്പോൾ റെസിസ്റ്റീവ് ലോഡായി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കറണ്ട് വോൾട്ടേജിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നതും യൂണിപോളാർ ആയിട്ടുള്ള ഡി സി കറണ്ട് ആവും. പക്ഷേ ഇൻഡക്റ്റീവ് ലോഡും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഡക്റ്റീവ് ലോഡും കൂടി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? എനർജി റിലീസ് ചെയ്യലും എനർജി സ്റ്റോർ ചെയ്യലും രണ്ട് വരുന്നുണ്ട്. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? രണ്ട് ഡയറക്ഷനിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും, അതായത് രണ്ട് സൈഡിലേക്കും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് കറണ്ട് എന്ന് പറയുന്നത് ബൈപോളാർ ആവാം. അപ്പൊ ഇൻഡക്റ്റീവ് ലോഡ്സിന്റെ കേസിലാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് വരുന്നത്? ബൈപോളാർ ആയിട്ട് വരുന്നത് ഡി സി കറണ്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ, ഡി സി വോൾട്ടേജ് ഇസ് യൂണിപോളാർ ആൻഡ് ഡി സി കറണ്ട് കുഡ് ബി ബൈപോളാർ. നോട്ട് നെസസറിലി കുഡ് ബി, ഡിപ്പെൻഡ്സ് ഓൺ ലോഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് RMS വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് റിക്വയർമെന്റ്. സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. ക്യാൻ ബി വേരിഡ് വിത്ത്, എന്ത് വെച്ചിട്ടാണ് വേരി ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം RMS വാല്യൂന്റെ ഇക്വേഷൻ എന്താണ്? വി ഡി സി ഡിവൈഡഡ് ബൈ √2 എന്ന് പറയുന്നതാണല്ലോ. അപ്പോ RMS വാല്യൂ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വി ഡി സിയുടെ വാല്യൂ വേരി ചെയ്താൽ പോരെ. അപ്പോൾ വേരിയേഷൻ ഓഫ് ഡി സി വോൾട്ടേജ് എന്നുള്ളത് ഉണ്ട്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് പൾസ് വിഡ്ത്ത് ആണ്. ഇവിടുത്തെ കേസിൽ സ്ക്വയർ വേവ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഡ്യൂട്ടി സൈക്കിള് എന്തായിരിക്കും? 50% ആയിരിക്കും. അതായത് സ്ക്വയർ വേവിന്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയും ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയും ആയിട്ടാണ് വരിക. അപ്പൊ സ്ക്വയർ വേവിന്റെ കേസിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയിൽ രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് RMS വാല്യൂ വേരി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതും എന്താണ്? റോങ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, വേരിയേഷൻ ഓഫ് ഡി സി വോൾട്ടേജ് ഓൺലി. സ്ക്വയർ വേവ് ഔട്ട്പുട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് പൾസ് വിഡ്ത്ത് എന്നുള്ള, അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നുള്ള കൺസെപ്റ്റും കൂടെ എടുക്കാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ യൂസിംഗ് SCRs ആൻഡ് ഡയോഡ്സ് ഇസ് ഫീഡിംഗ് എ റെസിസ്റ്റൻസ് 5 ഫ്രം എൻ ഇൻപുട്ട് 60 വോൾട്ട് DC. 60 വോൾട്ട് DC ആണെങ്കിൽ നമുക്കറിയാം സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആണ്. സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആവുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പൾസേറ്റഡ് വേവ് ആയിരിക്കും, which will be having 60 and -60 like this. അല്ലെ, ഇൻപുട്ട് 60 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ സ്ക്വയർ വേവിന്റെ കേസിൽ നമുക്കറിയാം ശരിക്ക് RMS വാല്യൂ എന്ന് പറയുന്നത് VRMS will be equal to V average will be equal to 60 ആണ്. 60 വോൾട്ട് ആണ് വരേണ്ടത്. പക്ഷേ ഇവിടത്തെ കേസില് SCRസും ഡയോഡ്സും എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ SCRs മാത്രമല്ല ഡയോഡ്സും ഇൻവോൾവ് ആയതുകൊണ്ട് എന്തായിരിക്കും? VRMS will be obviously less than 60 വോൾട്ട്. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള RMS വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് 60 വോൾട്ട് എന്ന് പറയുന്നത് ശരിയാവോ? ഇല്ല, ലെസ് ദാൻ 60 വോൾട്ട് ആണ് വരുന്നത്. ഇനി ഔട്ട്പുട്ട് പവർ എടുക്കുകയാണെങ്കിൽ പവർ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു VRMS സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് എടുക്കാം നമുക്ക്. ഇവിടുത്തെ കേസിലാകുമ്പോൾ 60 × 60 ഡിവൈഡഡ് ബൈ R തന്നിട്ടുണ്ട് 5 ആണ്. 12 × 60 വരും, 720 വാട്ട്. എങ്ങനെയായിരുന്നെങ്കിൽ ഇവിടുത്തെ RMS വാല്യൂ എന്ന് പറയുന്നത് 60 വോൾട്ട് ആയിരുന്നെങ്കിൽ
പവർ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 720 വാട്ട് ആയാണ്. ഇവിടെ 60യേക്കാളും കുറവായതുകൊണ്ട് എന്താണ്, ഔട്ട്പുട്ട് പവർ വിൽ ബി ഓൾസോ ലെസ് ദാൻ 720 വാട്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് പവർ വിൽ ബി 720 വാട്ട് എന്നുള്ളതും ശരിയല്ല. അപ്പൊ ഇവിടുത്തെ എന്താണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ ഡി, ബോത്ത് ആർ നോട്ട് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ഫോളോയിങ് സർക്യൂട്ട്. നമുക്ക് തന്നിട്ടുള്ള സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന VDC/2ന്റെ വാല്യൂ 25 വോൾട്ട് ആയിട്ടുള്ള രണ്ടെണ്ണം തന്നിട്ടുണ്ട്, 2 തൈറിസ്റ്ററും തന്നിട്ടുണ്ട്, 2 ഡയോഡ്സ് തന്നിട്ടുണ്ട്, അതിനെ റെസിസ്റ്ററിന്റെ അക്രോസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ആദ്യം നമുക്ക് പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫോർമുല എന്ന് പറയുന്നത് 4Vm ഡിവൈഡഡ് ബൈ പൈ എന്നുള്ളതാണ്. ഇവിടുത്തെ കേസിൽ Vm എത്രയാ വരുന്നത്, 25 ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ പൈ എന്നുള്ളതാണ്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 31.83 വോൾട്ട്. ഓക്കെ, വി പീക്ക് കിട്ടിക്കഴിഞ്ഞാൽ VRMS കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ. വി പീക്ക് ഡിവൈഡ് ബൈ √2 ചെയ്താൽ പോരെ, വിച്ച് ഇസ് ഈക്വൽ ടു 31.83 ഡിവൈഡഡ് ബൈ √2, 1.414. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി വാല്യൂ കിട്ടുക 22.5 വോൾട്ട് ആണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണ്, അപ്പോൾ ആൻസർ വരുന്നത് 22.5 വോൾട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് കണ്ടന്റ് ഓഫ് 7th ഹാർമോണിക് വിത്ത് റെസ്പെക്ട് ടു ഫണ്ടമെന്റൽ ഔട്ട്പുട്ട് ഇൻ സിംഗിൾ ഫേസ് ഇൻവേർട്ടർ. സിംഗിൾ ഫേസ് ഇൻവേർട്ടറിന്റെ കേസിൽ ഫണ്ടമെന്റൽ ഔട്ട്പുട്ടിൽ എത്ര പെർസെന്റേജോളം 7th ഹാർമോണിക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. nth ഹാർമോണിക്കിന്റെ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 4Vm ഡിവൈഡഡ് ബൈ n ഇൻറ്റു പൈ. ഈ n എന്ന് പറയുന്നത് എന്താണ്, ഈ nth ഹാർമോണിക് ആണ്. അപ്പൊ 7th ഹാർമോണിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 7th ഹാർമോണിക്കിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 4Vm ബൈ 7 പൈ. വൈൽ ഫണ്ടമെന്റൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫണ്ടമെന്റൽ കമ്പോണന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4Vm ബൈ പൈ ചെയ്തതായിരിക്കില്ലേ, എന്ന് പറയുന്നത് 1ന് ഈക്വൽ. അതാണ് ഫണ്ടമെന്റൽ കമ്പോണന്റ് വരിക. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുക. ഫണ്ടമെന്റൽ കമ്പോണന്റിൽ എത്രത്തോളം 7th ഹാർമോണിക് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആംപ്ലിറ്റ്യൂഡ് ഇൻ 7th ഹാർമോണിക് ഡിവൈഡഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫണ്ടമെന്റൽ കമ്പോണന്റ് ഇൻറ്റു 100% ചെയ്തതായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 1/7 ഇൻറ്റു 100 ചെയ്തതായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു 14.28%. ഇവിടുത്തെ ആൻസർ എന്താണ് വരിക, ഓപ്ഷൻ എ, 14.28%. അപ്പൊ നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. എന്താണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് നമുക്ക് പറയാം ആദ്യം. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു എൻകോഡ് അനലോഗ് സിഗ്നൽ ലെവൽസ് into a digital signal by varying width അല്ലെങ്കിൽ duration of pulse while keeping the frequency constant. ഈ അടിയിൽ വരച്ചിട്ടുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്നു ബൈ വേരിയിങ് എന്താണ്, ഡ്യൂറേഷൻ അല്ലെങ്കിൽ വിഡ്ത്ത്. ഈ പൾസിന്റെ കേസിലാണെങ്കിൽ ഇതിനെയാണ് ഈ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് വേരി ചെയ്തുകൊണ്ട് വൈൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാണെന്നുള്ള പോയിന്റ് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ കേസിൽ ഒരു കമ്പാരേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ കമ്പാരേറ്ററിന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് ഒരു സോ ടൂത്ത് വേവ് ഫോം വിത്ത് ഹൈ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അത് കൂടാതെ നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ് അല്ലെങ്കിൽ കാരിയർ വേവ് ആണ് നമ്മൾ, അതായത് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന വേവ്, അതിനെയാണ് നമ്മൾ കാരിയർ വേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിരിക്കും അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇൻപുട്ടും നമ്മൾ ഇവർ കമ്പയർ ചെയ്തിട്ട് വെൻ സോ ടൂത്ത് വേവ് ഫോം ഹൈ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സോ ടൂത്ത് വേവ് ഫോമിന്റെ
ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ കാരിയർ വേവിനേക്കാളും ഹൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അല്ലാത്ത സമയത്ത് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് മോഡുലേറ്റഡ് പൾസ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ പറയാനുള്ള ടേംസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡ്യൂട്ടി സൈക്കിളിന്റെ വാല്യൂ വരുന്നത് ഇതാണ് ടേൺ ഓൺ ടൈം എന്ന് വിചാരിക്കുക, ഇതാണ് ടേൺ ഓഫ് ടൈം എന്ന് വിചാരിക്കുക. ഇതാണ് ടേൺ ഓൺ ടൈം, ടി ഓൺ എന്ന് നമുക്ക് ഇടാം. ഇത് ടേൺ ഓഫ് ടൈം, ടി ഓഫ്. അങ്ങനെയാണെങ്കിൽ ടേൺ ഓൺ ടൈം ടി ഓൺ ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ടി ഓൺ പ്ലസ് ടി ഓഫ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ടൈം പീരീഡ് അല്ലേ ആയിരിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഇതേ സെയിം വേവ് ഫോം തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓൺ ടൈം, ഓഫ് ടൈം. ഇത് ഓൺ ടൈം ഹൈ ആയിരിക്കുന്ന സമയത്ത് ഓൺ ടൈം, ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ലോ ആയിരിക്കുന്ന സമയത്ത്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 50% ആണെങ്കിൽ ഇങ്ങനെ ഒരു വേവ് ഫോം ആണ്. രണ്ടും പകുതി പകുതി വരുന്ന തരത്തിലുള്ള വേവ് ഫോം ആണ് കിട്ടുക, അല്ലെ? അതുപോലെ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഓൺ ടൈമും ഓഫ് ടൈമും കൂടി സം ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. നെറ്റ് സം ഓഫ് ഓൺ ടൈം ആൻഡ് ഓഫ് ടൈം ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു എന്താണ്? നമ്മൾ സാധാരണ പഠിക്കുന്ന ഇക്വേഷൻ പോലെ തന്നെ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു 1/, ടൈം പീരീഡ്. സോ എഫ് വിൽ ബി ഈക്വൽ ടു 1/t എന്ന് നമ്മൾ എഴുതാറുണ്ടല്ലോ, അതേ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് PWM പറയുകയാണെങ്കിൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ നമ്മൾ ടെലി കമ്മ്യൂണിക്കേഷൻസിലെ സിഗ്നൽ എൻകോഡിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മോട്ടോർ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട്, CPU ഫാൻ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, ഓഡിയോ വീഡിയോ ആംപ്ലിഫയേഴ്സിൽ, അതുപോലെ LED ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? LED നമ്മൾ പറഞ്ഞു ബ്രൈറ്റ്നെസ് കൺട്രോളിങ്ങിനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്, അല്ലെ? അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ LED ഓവർ ഹീറ്റ് ആവാതെ പ്രിവെന്റ് ചെയ്യുന്നത് ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉള്ളതുകൊണ്ടാണ്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് ഹൈ ഇൻപുട്ട് പവർ ഫാക്ടർ. ഇൻപുട്ട് പവർ ഫാക്ടർ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് മാക്സിമം ടോർക്ക് അറ്റ് ലോ മോട്ടോർ സ്പീഡ്സ് എന്നുള്ളതാണ്. നമ്മൾ മോട്ടോർ സ്പീഡ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന പറഞ്ഞല്ലോ, അതില് മാക്സിമം ടോർക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ലോ മോട്ടോർ സ്പീഡ്സിലും മാക്സിമം ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ സ്വിച്ചിങ് ലോസസ് ഹൈ ആയിരിക്കും എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ഇന്റർഫറൻസ് RFI കോസ് ചെയ്യും എന്നുള്ളതും PWMന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ PWM പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ കേസിൽ നമുക്ക് ഇത്രയും കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കി വെക്കാനുള്ളത്. നമുക്ക് പ്രീവിയസ് ഇയറിൽ ഇതിനെ ബേസ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇൻ സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കാരിയർ വേവ് ഫ്രീക്വൻസി ഇസ് ലെസ് ദാൻ റെഫറൻസ് വേവ് ഫ്രീക്വൻസി. ഇത് തെറ്റാണ്. കാരിയർ വേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കാരിയർ വേവ് ഫ്രീക്വൻസി വിൽ ബി ഗ്രേറ്റർ ദാൻ റെഫറൻസ് അല്ലെങ്കിൽ സോ ടൂത്ത് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസിനേക്കാളും ഹൈ ആയിരിക്കും കാരിയർ വേവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. നെക്സ്റ്റ് നമുക്ക് സി നോക്കി നോക്കാം. സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ കേസിൽ കാരിയർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ആണോ? അല്ല. അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. കാരിയർ വേവ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ റെഫറൻസ് ഫ്രീക്വൻസി ആണ് വരേണ്ടത് നമുക്ക്. ഓൾ ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ് എന്നുള്ളതും ശരിയല്ല. കാരണം ഇവിടെ ബി എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. എന്താണ്? റേഷ്യോ ഓഫ് റെഫറൻസ് വേവ് വോൾട്ടേജ് ടു കാരിയർ വേവ് വോൾട്ടേജ് എന്ന് പറയുന്നതിനെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ് M വിൽ ബി ഈക്വൽ ടു
റെഫറൻസ് വേവ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കാരിയർ വേവ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വിത്ത് DC ലിങ്ക് വോൾട്ടേജ് 100 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് മോഡുലേറ്റഡ് യൂസിങ് യൂണിപോളാർ സിനുസോയിഡൽ PWM. ഒരു മെത്തേഡാണ്. യൂണിപോളാർ സിനുസോയിഡൽ PWM വെച്ചിട്ടാണ് നമ്മൾ മോഡുലേഷൻ ചെയ്തിട്ടുള്ളത് വിചാരിക്കുക. DC വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 100 വോൾട്ട് ആണ്. സ്വിച്ചിങ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് 5 kHz ആണ് വരുന്നത്. ലോഡ് ഇംപിഡൻസ് അറ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ohm ആണ്. The triangular carrier used for modulation has an amplitude of 4 വോൾട്ടും റെഫറൻസ് സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് 3 വോൾട്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് V റെഫറൻസ് ഈക്വൽ ടു എന്താണ്? 3 വോൾട്ട് ആണെന്ന് എഴുതാം നമുക്ക്. അതുപോലെ V കാരിയർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 4 വോൾട്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് ലോഡ് കറന്റ്? ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് ലോഡ് കറന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് ആദ്യം കാണേണ്ടത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് M എന്ന് പറയുന്നത് എന്താണ്? V റെഫറൻസ് ഡിവൈഡഡ് ബൈ V കാരിയർ ആണെന്ന് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചിരുന്നല്ലോ ഡെഫിനേഷൻ ഇല്ലേ? അപ്പൊ ഇവിടുത്തെ കേസിൽ റെഫറൻസിന്റെ വാല്യൂ 3യും ഇവിടെ 4 ആയതുകൊണ്ട് 3/4 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0.75 ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിപോളാർ സിനുസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അതിന്റെ കേസിൽ ഫണ്ടമെന്റൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വാല്യൂന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻറ്റു DC ലിങ്ക് വോൾട്ടേജ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു V01 is equal to 0.75 into VDC നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 100 which is equal to 75 എന്ന് വരും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പീക്ക് വാല്യൂ ഇതാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കറണ്ട് ഇസ് ഈക്വൽ ടു V01 ഡിവൈഡഡ് ബൈ ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ചെയ്തായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 10 ohm ആണ്, which is equal to 7.5 ampere. അപ്പൊ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി 7.5 ampere. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which PWM will have better DC bus utilization? ബസ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ഇതിനാണ്, SVPWM, which is ഫുൾ ഫോം ഏതാണെങ്കിൽ സ്പേസ് വെക്ടർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. യൂട്ടിലൈസേഷൻ ഫാക്ടർ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് തന്നിട്ടുള്ളതിലെ SVPWM സ്പേസ് വെക്ടർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. യൂട്ടിലൈസേഷൻ ഫാക്ടർ ഏകദേശം 90.6% ആണ് ഇതിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, 90.6%. ഓക്കെ, സൈൻ പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 78.5% ആയിരിക്കും യൂട്ടിലൈസേഷൻ ഫാക്ടർ വരുന്നത്. ഫിക്സഡ് PWMന്റെ കേസിൽ ലോ ആയിരിക്കും. മൾട്ടിപ്പിളിന്റെ കേസിൽ വേരിയബിൾ ആയിരിക്കും. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്പേസ് വെക്ടർ PWM SVPWM ആണ്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് DC ബസ് യൂട്ടിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഓരോ തരം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്ക് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ യൂട്ടിലൈസേഷൻ ഫാക്ടറും മാക്സിമം വോൾട്ടേജും ഒക്കെ നമ്മൾ ടേബിൾ ആക്കിയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സിംഗിൾ പൾസ് മോഡുലേഷൻ ഓഫ് PWM ഇൻവെർട്ടർ തേർഡ് ഹാർമോണിക്സ് ക്യാൻ ബി എലിമിനേറ്റഡ് ഇഫ് പൾസ് വിഡ്ത്ത് ഈസ്. എത്രാമത്തെ ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കുക. അപ്പൊ nth ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ nth ഹാർമോണിക്കിന്റെ കേസിലുള്ള വോൾട്ടേജ് കമ്പോണന്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4VDC ഡിവൈഡഡ് ബൈ n into pi sin n delta by 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തേർഡ് ഹാർമോണിക് എലിമിനേറ്റ് ചെയ്യണം. സോ V3 must be equated to
0. അപ്പൊ 4 VDC by 3 pi n3 സബ്സ്റ്റിറ്റ്യൂട്ട് ഇതാണ് സൈൻ 3 ഡെൽറ്റ ബൈ 2 ഈക്വൽ ടു 0 ആയിരിക്കണം. ഇംപ്ലൈസ് 3 ഡെൽറ്റ ബൈ 2 എന്തായിരിക്കണം? പൈക്ക് ഈക്വൽ ആയിരിക്കണം. ഇംപ്ലൈസ് എന്താണ്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 3 which is equal to 60 into 2 is equal to 120 degree. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ്, 120 ഡിഗ്രി ആണ് വരിക. Now the last question, to eliminate fifth harmonic ആണ് നമുക്ക് ഇപ്രാവശ്യം എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് എ സിംഗിൾ പൾസ് PWM ഇൻവെർട്ടർ തന്നെയാണ്. വിഡ്ത്ത് ഓഫ് പൾസ് എന്തായിരിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ അതേ ഇക്വേഷനിൽ V5 കണ്ടുപിടിക്കാം. V5 is equal to 4 VDC ഡിവൈഡഡ് ബൈ 5 പൈ n 5 കൊടുത്തതാണ് ഇൻറ്റു സൈൻ 5 ഡെൽറ്റ ബൈ 2 ആയിരിക്കും വിച്ച് വിൽ ബി ഈക്വൽ ടു 0. എലിമിനേറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്? 5 ഡെൽറ്റ ബൈ 2 വിൽ ബി ഈക്വൽ ടു പൈ ആയിരിക്കണം. ഇംപ്ലൈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 5. 2 into 180 divided by 5, 3, 6, 72 ഡിഗ്രി ആണ് വരിക അല്ലെ? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി 72 ഡിഗ്രി. അപ്പൊ ഇത്രയാണ് നമുക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഏതെങ്കിലും തിയറി പോർഷനിലോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.